അധികാരം ഏൽക്കുന്നതിന് മുന്നോടിയായി ഡൊണാൾഡ് ട്രംപ് വാഷിംഗ്ടണിൽ എത്തി. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് മുന്നോടിയായുള്ള ആഘോഷങ്ങൾ വെർജീനിയയിൽ നടക്കുകയാണ്. മനു ഭരത്താണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. മനു, 4 വർഷങ്ങൾക്ക് മുമ്പ് ട്രംപ് അനുകൂലികൾ പ്രതിഷേധവുമായി ഇരച്ചെത്തിയ ഇടം, അന്നു മുതൽ ഡൊണാൾഡ് ട്രംപ് അവിടെ നിന്ന് വിട്ടുനിൽക്കുന്നു. 4 വർഷങ്ങൾക്ക് ശേഷം അതേ ഇടത്തേക്ക് പ്രസിഡന്റായി തിരികെ എത്തുന്നു. സത്യപ്രതിജ്ഞയ്ക്കുമുണ്ട് ഏറെ പ്രത്യേകതകൾ. അമ്മ സമ്മാനിച്ച ബൈബിൾ, അതിനപ്പുറത്ത് എബ്രഹാം ലിങ്കൺ സത്യപ്രതിജ്ഞയ്ക്ക് ഉപയോഗിച്ച ബൈബിൾ, ഇങ്ങനെ 2 ബൈബിളുകളിൽ തൊട്ടുകൊണ്ടുള്ള സത്യപ്രതിജ്ഞ. എപ്പോഴാണ്, ഇന്ത്യൻ സമയം എപ്പോഴാണ് ഈ ചടങ്ങുകൾ നടക്കാൻ പോകുന്നത്? എത്രത്തോളം ആവേശഭരിതരാണ് ട്രംപ് അനുകൂലികൾ? അഭിലാഷ്, ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 4 വർഷം മുമ്പ് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ വളരെ നിരാശനായാണ് ക്യാപിറ്റോളിൽ നിന്ന് മടങ്ങിയത്. അന്ന് ട്രംപ് അനുകൂലികൾ അവിടെ വലിയ പ്രതിഷേധം നടത്തി. നിരാശനായി ട്രംപ് മടങ്ങിയെങ്കിൽ ഇന്ന് ട്രംപിൻ്റെ തിരിച്ചുവരവാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വാഷിംഗ്ടണിന് ഏകദേശം ഒരു 30 മൈൽ അകലെയുള്ള വെർജീനിയയിലെ സ്റ്റെർലിംഗിലുള്ള തൻ്റെ ട്രംപ് നാഷണൽ ഗോൾഫ് ക്ലബിൽ ആഘോഷങ്ങൾ നടത്തിക്കൊണ്ടാണ് ട്രംപ് ഇത് ഒരു ഉത്സവമാക്കി മാറ്റുന്നത്. അമേരിക്കയിലെ നിയുക്ത പ്രസിഡന്റ് തൻ്റെ അധികാരത്തിലേക്കുള്ള തിരിച്ചുവരവ് വിപുലമായി തന്നെ അടയാളപ്പെടുത്തുകയും ചെയ്യുന്നു. റോഡരികിൽ തടിച്ചുകൂടിയ അഭ്യുദയകാംക്ഷികൾ ആർത്തുവിളിച്ചാണ് ട്രംപിനെ സ്വീകരിച്ചത്. വെർജീനിയയിലെ ഗവർണർ ഗ്ലെൻ യങ്കിൻ ട്രംപിന് ആശംസകളുമായി എത്തി. ഒപ്പം ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസും ട്രംപിനെ അഭിനന്ദിക്കാൻ എത്തിയിരുന്നു. ജനക്കൂട്ടം ട്രംപ് അഭിസംബോധന ചെയ്തു. ഗസയിൽ വെടിനിർത്തൽ കരാറിന് സഹായകമായ പ്രവർത്തനങ്ങൾ നടത്തിയ തൻ്റെ മിഡിൽ ഈസ്റ്റ് ദൂതൻ സ്റ്റീവ് വിച്ച്കോഫിനെ ട്രംപ് പ്രശംസിച്ചു. ട്രംപ് അധികാരത്തിലെത്തുന്നതിന് മുൻപ് തന്നെ ഗസയിൽ വെടിനിർത്തൽ വേണം എന്നൊരു നിലപാട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഏതായാലും തൻ്റെ മിഡിൽ ഈസ്റ്റ് ദൂതൻ അതിൽ വിജയകരമായി ഒരു മധ്യസ്ഥ ചർച്ചകൾ നടത്തുന്നതിലും അത്തരം ശ്രമങ്ങൾക്ക് മുൻകൈയെടുക്കുന്നതിലുമൊക്കെ വിജയിച്ചു എന്ന് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തു. ക്ലബ് ഹൗസിൻ്റെ ബാൽക്കണിയിൽ നിന്ന് ട്രംപ് ഈ വെടിക്കെട്ടും അതുപോലുള്ള വർണ്ണാഭമായ കാഴ്ചകളും അവിടെ കാണുകയും ചെയ്തു. ഒപ്പം ഈ ടൈനർ ക്രിസ്റ്റഫർ മെച്ചിയോവിൻ്റെ പ്രകടനം, ഗാനം ഒക്കെ അവിടെ ആൾക്കൂട്ടം ആഘോഷിക്കുകയും ചെയ്തു. ഫ്ലോറിഡയിലെ വെസ്റ്റ് പാം ബീച്ചിൽ നിന്ന് തൻ്റെ ഭാര്യ മെലാനിയ ട്രംപും മകനുമൊപ്പം സ്പെഷ്യൽ എയർ മിഷൻ 47 US മിലിറ്ററി വിമാനത്തിലെ ആണ് ട്രംപ് വാഷിംഗ്ടണിലേക്ക് തിരിച്ചത്. നഗരത്തിൽ ട്രംപ് എത്തുന്നതിന് മുൻപ് തന്നെ അവിടെ മഞ്ഞുവീഴ്ച ആരംഭിച്ചു. നമുക്കറിയാം, അസാധാരണമാം വിധം മഞ്ഞുവീഴ്ചയുള്ള ഒരു ദിവസമാണ് ട്രംപ് തൻ്റെ സത്യപ്രതിജ്ഞയിലേക്ക് പോകുന്നത്. ഒരുപക്ഷെ 40 വർഷത്തിന് ശേഷം ഇങ്ങനെ ഇൻഡോറായി ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഏതായാലും അവിടെ രാവിലെ തന്നെ പക്ഷേ പ്രതിഷേധക്കാർ ഉണ്ടായിരുന്നു. വംശീയ നീതി, സ്ത്രീകളുടെ എന്തായാലും ആഘോഷം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി കണ്ടതിന് ശേഷം തിരികെ എത്താൻ. മനു, മനു, ആഘോഷങ്ങളുടെ ദൃശ്യങ്ങൾ ആണ് കണ്ടത്. എന്തായാലും 4 വർഷത്തിന് ശേഷം അദ്ദേഹം വീണ്ടും ക്യാപിറ്റലിൽ എത്തുന്ന സാഹചര്യം. മനു, മറ്റൊരു വിഷയം എന്നത്, നിലവിൽ ട്രംപ് ചുമതലയേൽക്കുമ്പോൾ ഒട്ടേറെ വിഷയങ്ങൾ തനിക്ക് മുന്നിൽ ഉണ്ട് എന്നതാണ്. ഇപ്പോൾ തന്നെ ഗാസ ഇസ്രായേൽ, ഹമാസ് ഇസ്രായേൽ സമാധാന ഉടമ്പടി ലംഘിക്കപ്പെടുമോ എന്നത് സംബന്ധിച്ച സംശയം നിലനിൽക്കുന്നു. റഷ്യൻ യുക്രൈൻ യുദ്ധം, പല വിഷയങ്ങളിലും സ്ഥാനാർത്ഥിയായിരിക്കെ എടുത്തിട്ടുള്ള നിലപാടുകൾ, കുടിയേറ്റം തടയും എന്ന് പറയുന്ന ട്രംപ് തന്നെ ഇപ്പോൾ തന്നെ വളരെ പ്രധാനപ്പെട്ട കീ പോസ്റ്റുകളിലേക്ക് ഇന്ത്യൻ വംശജരെ, ഏറ്റവും ഒടുവിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോളിസി അഡ്വൈസറായി ശ്രീരാം കൃഷ്ണനെയാണ് അദ്ദേഹം നിയമിച്ചത്. ഇന്ത്യൻ വംശജനാണ്. പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണോ അദ്ദേഹം സ്വീകരിക്കുന്നത് എന്ന സംശയം ഇപ്പോൾ തന്നെ അമേരിക്കയിലെ ഒരു വിഭാഗത്തിനുണ്ട്.
എന്തൊക്കെ വെല്ലുവിളികൾ, പ്രതിസന്ധികൾ കൂടിയാണ് ട്രംപിനെ കാത്തിരിക്കുന്നത്? അഭിലാഷ്, ട്രംപിൻ്റെ ഒരു സ്വഭാവം നമുക്ക് അറിയാം. അദ്ദേഹത്തിന് ഒരു സ്ഥിരതയില്ലായ്മയുണ്ട് എന്ന് പലപ്പോഴും വിമർശകർ ട്രംപിനെ പറ്റി പറയാറുണ്ട്. സ്വാഭാവികമായും ആ സ്ഥിരതയില്ലായ്മ വീണ്ടും വരും ദിവസങ്ങളിൽ പ്രകടമാകുമോ എന്നറിയില്ല. ഏതായാലും ട്രംപ് വാഷിങ്ടണിലേക്ക് എത്തുമ്പോഴേക്കും പ്രതിഷേധക്കാരും തെരുവിലെത്തുകയാണ്. അവരുടെ പ്രധാന ആവശ്യം ഈ സ്ത്രീകളെ സംബന്ധിക്കുന്ന നിയമങ്ങൾ, ഒപ്പം വംശീയ നീതി സംബന്ധിക്കുന്ന കാര്യങ്ങൾ, ഇതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം തങ്ങൾ നടത്തുമെന്നവർ മുന്നറിയിപ്പ് നൽകുന്നു. ഒപ്പം വരാനിരിക്കുന്ന നയങ്ങൾ പലതും ഭരണഘടനാ ലംഘനങ്ങളാകും എന്നവർ മുൻകൂട്ടി കാണുന്നു. അതിനുവേണ്ടി പ്രതിഷേധിക്കുമെന്നും അണിനിരക്കുമെന്നും ഒക്കെ അവർ പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ജിയോ പൊളിറ്റിക്കലായ നിരവധി ഈ വിഷയങ്ങൾ അദ്ദേഹത്തിന് മുന്നിലുണ്ട്. അതിൽ സുപ്രധാനമായ ഒന്ന് ഗസയിലെ യുദ്ധമാണ്. ഒരുപക്ഷെ ട്രംപ് അധികാരത്തിലെത്തുന്നതിന് മുൻപ് തന്നെ ആ പ്രശ്നം പരിഹാരത്തിലേക്ക് നീങ്ങുന്നു എന്നത് ഒരു ശുഭസൂചകമായി കാണാം. അതേസമയം റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ എന്ത് നിലപാടുണ്ടാകും എന്നത് മറ്റൊരു വിഷയം. കാനഡയുമായുള്ള വ്യാപാര ബന്ധങ്ങൾ ഏത് തരത്തിൽ മാറുമെന്നത് ലോകം വളരെ ഗൗരവത്തോടുകൂടി ഉറ്റുനോക്കുന്നു. കാരണം ഈ താരിഫ് വർദ്ധിപ്പിക്കും എന്ന് അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഇറക്കുമതി തീരുവകൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് എങ്ങനെ കാനഡയുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുമെന്നത് വലിയ ചോദ്യമായി അവിടെ നിൽക്കുന്നു. ഇനി അതുപോലെ മറ്റു രാജ്യങ്ങളോടുള്ള സമീപനം എന്തായിരിക്കാം, പ്രത്യേകിച്ച് ഇന്ത്യയോടുള്ള ഒരു നിലപാട് എന്തായിരിക്കാം? ഇന്ത്യൻ വംശജകർ ട്രംപിൻ്റെ വളരെ തന്ത്രപ്രധാനമായ ട്രംപ് അഡ്മിനിസ്ട്രേഷനിലെ തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിലുണ്ട്. അത് വരാനിരിക്കുന്ന കാലങ്ങളിൽ എങ്ങനെ ഇന്ത്യൻ അനുകൂല നിലപാടുകളിലേക്ക് അമേരിക്കൻ ഭരണകൂടത്തെ കൊണ്ടെത്തിക്കുമെന്നൊക്കെയുള്ള കാഴ്ചപ്പാടുകൾ നമുക്ക് മുന്നിലുണ്ട്. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ അടുത്ത സുഹൃത്താണ് എന്ന് ട്രംപ് പറയുമ്പോൾ അത് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ ആ ഘട്ടത്തിലൊക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ മുമ്പ് ഇപ്പോൾ അമേരിക്ക വർണ്ണാഭമായ കാഴ്ചകളിലേക്കാണ് നീങ്ങുന്നത്. ഇനി ഈ ഉദ്ഘാടനം അല്ലെങ്കിൽ ഇനോഗ്രൽ സെഷൻ എന്ന് പറയുന്ന ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് അത് വളരെ വർണ്ണാഭമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് കാണാനൊക്കെയുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അമേരിക്കയിലെ സാധാരണക്കാർ. ഉച്ചയ്ക്ക് 12 മണിക്കാണ് അവിടെ ക്യാപിറ്റോൾ മന്ദിരത്തിൽ ഈ ചടങ്ങ്, ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുക. അതിന് മുന്നോടിയായി പ്രത്യേക ശുശ്രൂഷ ചടങ്ങുകൾ പള്ളികളിൽ നടക്കും. അതിനുശേഷം ആണ് അവിടെ എത്തുകയും പിന്നീട് ഈ അധികാര കൈമാറ്റത്തെ സംബന്ധിച്ചുള്ള ചടങ്ങുകൾ നടക്കുന്നത്. ഒപ്പം ഏറ്റവും ഒടുവിൽ അത് സംബന്ധിച്ചുള്ള ധാരണകൾ ഉണ്ടാകും. പിന്നീട് ഈ സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റിന് ആചാരപരമായി യാത്രയയക്കുന്ന ചടങ്ങുകളുണ്ട്. ഇതൊക്കെ കാണാൻ വർണ്ണാഭമായി ഈ കാഴ്ചകൾ കാണാൻ അമേരിക്കയുടെ ചരിത്ര നിമിഷങ്ങളിലെ ഭാഗമാക്കാൻ ആളുകൾ കാത്തിരിക്കുന്നു എന്നതാണ് അവിടെ നിന്ന് വരുന്ന വിവരങ്ങൾ. യെസ്, ലോകരാഷ്ട്രങ്ങളെല്ലാം കാത്തിരിക്കുന്നു. ഒപ്പം ഇന്ത്യയുടെ പ്രതിനിധിയായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുക. ഒപ്പം H-1B വിസയിൽ എന്ത് നിലപാട് സ്വീകരിക്കും ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം എന്നതും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം അമേരിക്കയിൽ H-1B വിസ നേടുന്നവരിൽ 70% ഇന്ത്യയിൽ നിന്ന് ഉള്ളവർ ആണ്. നേരത്തെ ട്രംപ് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ അടക്കം കുടിയേറ്റങ്ങൾക്ക് തടയിടും എന്ന് പറഞ്ഞിരുന്നു. ഈ H-1B വിസ പ്രകാരം നിരവധിയായ ആളുകൾ അമേരിക്കയിലേക്ക് കുടിയേറുന്നുണ്ട്. പക്ഷേ അത് ലീഗലിയുള്ള കുടിയേറ്റമാണ്, അതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല എന്ന ചില നിരീക്ഷണമുണ്ട്. എന്നാൽ IT മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ, പ്രത്യേകിച്ച് വിപ്രോയും ഇൻഫോസിസും TCSും ഒക്കെ ഇപ്പോൾ തന്നെ ചില പ്രതിസന്ധി നേരിടുന്നുണ്ട്. അത് ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട്.